നീ വരുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞ എന്താ പരിപാടി, റേസിംഗ് ആണ്. ഞാൻ പറഞ്ഞു നമ്മൾ ഓടിക്കണോ കാണണോ? ഞാൻ വിചാരിച്ചു ഇനി പുള്ളി എങ്ങനെ വിചാരിച്ചു ബൂസൊക്കെ കൊണ്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞു ഓടിക്കാനാണെങ്കിൽ ഞാനില്ല, കാണാനാണെങ്കിൽ ഞാൻ വരാന്ന് പറഞ്ഞു. നമ്മള് ഇതല്ല, നമ്മൾ ജസ്റ്റ് ഈ ബൈക്കിൽ കയറി ഇപ്പം എന്താണ് വ്യത്യാസം തോന്നിയത്? കാരണം എന്നെ സംബന്ധിച്ചോളം ബൈക്കിനേക്ക് കൂടുതൽ എനിക്ക് വാല്യൂ തോന്നിയത് എൻ്റെ കമ്മ്യൂണിറ്റിയാണ്. അയ്യോ സർട്ടൻലി അത് തന്നെയാണല്ലോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ അതുവരെ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് വണ്ടീനെ കുറിച്ച് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്ക് ആ ഒരു ടയർ പോലും എവിടെ കിട്ടുമെന്ന് അറിയത്തില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ അന്ന് സിറ്റിയിൽ കണ്ടിട്ടുള്ള MRFൻ്റെ സ്റ്റോർസ് മാത്രമാണ്. അതിനപ്പുറമുള്ള ടയർ പോലും എനിക്കില്ല. സോ ആക്ച്വലി എനിക്ക് ഒരു സംഭവം അറിയത്തില്ല. ബ്രേക്ക് പാഡ് എവിടെ കിട്ടുന്ന വെച്ചാൽ എന്തെങ്കിലും സംഭവിച്ചാൽ കവസയ്ക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ ഉള്ള ഓപ്ഷൻസ് എന്താണെന്ന് അറിയത്തില്ല. സോ മേജർ ഡിഫറൻസ് പറയുന്നത് ആ ഒരു കമ്മ്യൂണിറ്റി ആസ്പെക്റ്റ് ആണ്. ലൈക്ക് കമ്മ്യൂണിറ്റീസ് നോട്ട് ജസ്റ്റ് ടു ഹാങ് ഔട്ട്. വെച്ചാൽ എന്ത് സംഭവം വന്നാലും ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫയർ ബ്ലേഡ് വെച്ച് നോക്കി ഞാൻ ഒരിക്കലും ആ കമ്മ്യൂണിറ്റിയുടെ ഒരു ബാക്കിംഗ് ഇല്ലാണ്ട് ഞാൻ ഫയർ ബ്ലേഡ് പോലെ വണ്ടിയിൽ തലവെക്കില്ല. കാരണം ഒന്ന് ആകെ കൂടി 7 വണ്ടി ഇന്ത്യയിലുള്ളപ്പോൾ അതിൽ നിന്നൊരു നല്ല വണ്ടി, ഇനി അതിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ കമ്മ്യൂണിറ്റി ഇല്ലാണ്ട് ഞാൻ അങ്ങനത്തെ ഒരു സംഭവം ആലോചിക്കുന്നത് പോലുമില്ല. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത് അന്ന് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും പോയി ഷോറൂമിൽ നിന്ന് ബൂസ് എടുത്തത്. ഇത് 2022 തുടക്കത്തിലാണ് Z100 വാങ്ങിച്ചത്. 2022 അവസാനം ആയപ്പോഴത്തേക്കും ഞാൻ ബൂസയിൽ എടുത്തു. ഫസ്റ്റ് ആ വണ്ടി കേരളാസ് ഫസ്റ്റ് ആൻഡ് ഓൺലി സിൽവർ. അതെ, പക്ഷെ അന്ന് ഞാൻ അത് മറ്റേ സുസുക്കിയിൽ നമ്മളെ കൊച്ചിയിൽ സുസുക്കിയിലെ പുതിയ ബിഗ് ഷോറൂം ബിഗ് ബൈക്ക് ഷോറൂം വന്നപ്പോൾ അവർക്ക് ഒരു വണ്ടി ആ പുതിയ ഷോറൂം ആയതുകൊണ്ട് ഒരു വണ്ടിയുടെ അലോട്ട്മെന്റ് ബാക്കി ഉണ്ടായിരുന്നു. ആ വണ്ടി ഞാൻ നേരെ പോയി അത് ഞാൻ കളറൊന്നും നോക്കിയില്ല. പിന്നെയാണ് അവർ പറഞ്ഞത് ഇത് കേരളത്തിൽ ഓരോ കളർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്നും ആയിക്കോട്ടെ, അതെ ഗുണം ചെയ്തു. അപ്പോൾ അങ്ങനെ അത് എടുത്തത്. ബട്ട് കമ്മ്യൂണിറ്റി ടോട്ടലി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അന്ന് ഞാൻ പറഞ്ഞു ഫസ്റ്റ് വണ്ടി ഞാൻ തനിയെ പോയി എടുത്തു. പക്ഷെ രണ്ടാമത്തെ വണ്ടി ആയപ്പോൾ എൻ്റെ കൂടെ വരാൻ ഒരു 5 പേരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്ലോ പ്രോഗ്രസ് ഉണ്ട്. ബട്ട് എന്നാലും ഇറ്റ്സ് നോട്ട് ദാറ്റ്, അത് ഇറ്റ്സ് മോർ ഓഫ് എ കമ്മ്യൂണിറ്റി വെർ ഐ സ്പെൻഡ് ടൈം വിത്ത് ദം, നോട്ട് എ കമ്മ്യൂണിറ്റി ഹു ഹെൽപ്സ് മീ ഗെറ്റ് തിങ്സ് ഡൺ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ 1-2 കോൺടാക്ട്സ് ഞാൻ അപ്പോഴേ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഞാൻ ഈ സാധനം അന്നാണ് ഞാൻ ബൂസ് എടുക്കുന്ന ടൈം ആയപ്പോൾ ഐ തിങ്ക് ഞാൻ അനുഭവനെ കണ്ടു, ബൂസബോയിനെ കണ്ടു. എല്ലാ സ്റ്റോറിലും അങ്ങേരുണ്ടല്ലോ. പിന്നെ 1-2 പേര് ഇങ്ങനെ കണ്ടപ്പോഴാണ് അവർ പറയുന്നത് ഇങ്ങനെ സാധനങ്ങൾ മേടിക്കാൻ മറ്റേ കൊല്ലത്തൊരു പയ്യൻ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ കോണ്ടാക്ട് തന്നു. അങ്ങനെ നമ്മളെ പവർ എനഫിനെ ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്ന അവിടെയായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ഹെൽമെറ്റിന്റെ ഓപ്ഷൻസ് 1-2 തന്നു. അങ്ങനെ ഞാനൊരു ഹെൽമെറ്റ് എടുത്തു. HJCയുടെ മറ്റേ പണിഷർ എടുത്തത്. അങ്ങനെ എടുത്തത്. സോ പക്ഷെ അവിടെയാണ് പിന്നെ എനിക്ക് ഓക്കെ ഇങ്ങനത്തെ പോസിബിലിറ്റീസ് ഉണ്ടെന്ന് പയ്യെ മനസ്സിലായത്. അങ്ങനെയാണ് പിന്നെ ഞാൻ ബൂസ എടുത്ത് ആദ്യത്തെ 1000 കിലോമീറ്റർ ഞാൻ നാട്ടിൽ ഓടിച്ചത്. പക്ഷെ അപ്പോഴത്തേക്കും ഈ റിട്ടേൺ ടു വർക്ക് പ്ലേസ് വന്നപ്പോൾ ബാംഗ്ലൂർ തിരിച്ചു വരാനുള്ള ഒരു ഇത് വന്നു. ഞാൻ അവിടെ വണ്ടി എടുത്ത് ബാംഗ്ലൂർ പോകുന്നെന്ന് പറഞ്ഞതും ഞാൻ ഫസ്റ്റ് കേട്ട പേരാണ് കെവിൻ എം ജോസ്. എൻ്റെ അടുത്ത് ആദ്യം എനിക്ക് സുസുക്കിയിൽ വണ്ടി തന്ന സമയത്ത് അനു ഉണ്ട്, പിന്നെ ശരത്തുണ്ട്, ഇവരൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് ബാംഗ്ലൂരിലേക്കാണോ, ഒന്നും പേടിക്കേണ്ട കെവിൻ എം ജോസിനെ പോയി കണ്ടാൽ. തിരുവനന്തപുരത്ത് വന്ന് 1-2 പേര് പറഞ്ഞു കെവിനെ പോയി കണ്ടാൽ. അവിടെ മിക്ക ബാംഗ്ലൂർ കെവിൻ ചേട്ടനെ പോയി കണ്ട എല്ലാവരും അങ്ങനെയാ പറഞ്ഞു, കെവിൻ ചേട്ടനെ പോയി കണ്ടത്. അപ്പൊ ഞാന് പുള്ളീനെ എനിക്ക് അന്ന് തോന്നിയതില്ല ഇൻസ്റ്റ പോയി തപ്പാന്ന് ആരാണ് അതൊന്നും. ഞാൻ ബാംഗ്ലൂർ വന്നു, എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു, ഞാൻ നേരെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. അപ്പൊ ചേട്ടാ ഞാൻ അതെനിക്കറിയില്ലല്ലോ, കാരണം എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു എന്താ കെവിൻ ചേട്ടനെ പോയി കണ്ടാൽ മതി. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ഫിക്സ് ചെയ്യുന്ന അറിയോ
നല്ല പ്രായമായ ഉള്ള ഒരു മനുഷ്യൻ ഈ ബൈക്കിംഗ് ചെയ്ത് മൂത്ത് നരച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ പുള്ളിനെ വാട്സാപ്പിൽ അങ്ങനെ മെസ്സേജ് ചെയ്തത്, ചേട്ടാ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റും? അപ്പം പുള്ളി പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് വന്ന മറ്റേ ബൂസ ഉള്ള ആളാ, എന്താണിത് ഇമ്മാതിരി ഹൈപ്പൊക്കെ. പുള്ളി ലൊക്കേഷനൊക്കെ അയച്ചു തന്നു, രാത്രി ഇറങ്ങ് നമുക്ക് ചായ കുടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ലൊക്കേഷൻ നോക്കി എനിക്ക് വണ്ടി ഓടിക്കാനൊരു, അന്ന് ബൂസ് ഉണ്ട് കയ്യിൽ, പക്ഷെ എനിക്ക് വണ്ടി ഓടിക്കാൻ ഒരു ഇതില്ല. അതായത് എനിക്ക് വലിയ വണ്ടി, ചെറിയ വഴിയും കൂടിയാണ്, പിന്നെ എനിക്ക് വഴി അറിഞ്ഞ് കുറെ സ്ഥലത്ത് നിർത്തണം, രാത്രിയാണ്, അങ്ങനെ കുറെ ഫാക്ടേഴ്സ് വെച്ച് ഞാൻ ഒരു ക്യാബ് പിടിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ ലൊക്കേഷൻ കിട്ടിയത് ഇങ്ങോട്ട്, പക്ഷേ ഈ സ്ഥലം അറിയില്ലല്ലോ. അപ്പം ഞാൻ നേരെ അങ്ങോട്ട് പോയാ നിന്നത്, മറ്റേ ലേക്ക് പോയിന്റ്, മറ്റേ ആ മെയിൻ റോഡിലാണ് നിന്നത്. അങ്ങനെ അവിടെ വന്നപ്പോൾ ഞാൻ വിളിച്ചു, ചേട്ടാ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, കാണാനില്ല ഇവിടെ ആരെയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി ഞാൻ വഴി തെറ്റി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഡ്യൂക്കിൽ ഒരാൾ വരുന്നു. ഇതാണോ ജിതേഷ് ബ്രോ? അതെ ഞാൻ കെവിൻ. നേരെ നമ്മൾ ഇങ്ങോട്ട് വന്നു. മറ്റേ അല്ലല്ല ചായക്കട, ഇത് രാത്രി ഞാൻ 9-10 മണിക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നമ്മൾ സ്ഥിരം നിൽക്കുന്ന സ്ഥലത്ത് അങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ ആദ്യം പരിചയപ്പെട്ടു, കുറെ കാര്യങ്ങൾ ചോദിച്ചു. ഇങ്ങനെ വണ്ടി എടുക്കാത്ത ഞാൻ പറഞ്ഞു, ഇങ്ങനെ വഴിയിൽ എനിക്ക് ഉറപ്പില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വരാതെ. അപ്പോൾ ഇലക്ട്രോണിക് സിറ്റി വഴി വരുന്നതാണ് എളുപ്പം, മാപ്പിൽ ഇത് കാണിക്കത്തില്ല, മറ്റേ സിൽക്ക് ബോർഡ് വഴി. ആദ്യമായിട്ട് ബൈക്ക് എടുത്ത് വന്നത് ഞാനുള്ളപ്പോഴാണ് അന്ന്. അതെ, ഡെലിവറി, ബൈക്കിന്റെ ഡെലിവറിയുടെ തലേ ദിവസം ഏതാണ്ട് ആ സമയം. അതുവരെ ഞാൻ ബൈക്ക് എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ വന്ന് കെംജനെ കണ്ട സമയത്ത് ഓരോന്നായി ഇങ്ങനെ മറ്റേ ആൾക്കാർ വരുന്നു. ആദ്യം അഭി വരുന്നു, പിന്നെ രാജീവ് വന്നു. സച്ചിനെ ഞാൻ കണ്ടതേ ഓർക്കുന്നില്ല ഫസ്റ്റ് ഡേ. രാജീവ് വന്നു, മറ്റേ മുടിയൊക്കെ വളർത്തി. അപ്പോൾ ആ ഇടയ്ക്ക് എപ്പോഴും ഞാൻ എപ്പോഴും മറ്റേ ചേട്ടൻ എന്താ ചെയ്യുന്നത് കുറെ പിന്നെ അവസാനം KMJക്ക് മടുത്തിട്ടാന്ന് തോന്നുന്നു പ്രായം ചോദിച്ചു. പ്രായം പറഞ്ഞിട്ട് തെറി വിളിച്ചില്ലെന്നേ ഉള്ളൂ. അത് ഫസ്റ്റ് ഡേ കണ്ടുകൊണ്ടാണ്. ആകെ 1 വയസ്സ് വ്യത്യാസമാണ് ഇത്ര നേരം ചേട്ടാ വിളിച്ചിട്ടുള്ളത്. അങ്ങനെ അന്ന് പിന്നെ ക്യാപ്റ്റനെ കണ്ടു. ക്യാപ്റ്റൻ ഓഫീസ് കഴിഞ്ഞ് കണ്ടു വന്ന സമയം. ക്യാപ്റ്റൻ മറ്റേ എനിക്കൊന്ന് മറ്റേ വണ്ടി ഇടിച്ച 310 വന്നത്. അപ്പൊ KMJ പറഞ്ഞു നമ്മുടെ കൂട്ടത്തിലൊരു ഒരു പ്രതിഭാസമുണ്ട്, ലൈക്ക് നിഞ്ച തൗസൻഡ് കവസക്കി കിടക്കുക, വരുന്നില്ല. അങ്ങനെ ക്യാപ്റ്റനാണ് എന്നെ അന്ന് തിരിച്ചു വീട്ടിൽ കൊണ്ട് വിട്ടത്. പിന്നെ സ്ഥിരം ഇവിടെയായി. അതെ, പിന്നെ ലൈക്ക് പിന്നെ നമ്മൾ സ്ഥിരം ഇവിടെ മാത്രമല്ലല്ലോ, ഡുക്കാട്ടിയിൽ ഇവിടെ മാത്രമല്ല. പക്ഷെ ഞാൻ പറഞ്ഞ പിന്നെ എപ്പോഴും ഇവരെ കൂടെ തന്നെയാണ്. അപ്പൊ എൻ്റെ വീട്ടുകാർക്ക് എന്ന് വെച്ചാൽ ആ സമയം വരെ എപ്പോഴും പരാതി എന്ന് വെച്ചാൽ ഞാൻ വീക്കെൻഡ്സ് ഒന്നും ചെയ്ത് പുറത്ത് പോകത്തില്ല. കാരണം അതിന് മുന്നേ ഞാൻ ബാംഗ്ലൂരുണ്ട്, പ്രീ കോവിഡ് ഞാൻ ബാംഗ്ലൂർ ഉണ്ട്. ഞാനൊരു ഒറ്റയ്ക്ക് 1 BHK താമസിക്കുന്ന ഒരു പോയിന്റാണ്. ലൈക്ക് വീക്കെൻഡ്സ് ഒന്നും ചെയ്തില്ല, പുറത്ത് പോകത്തില്ല, ഫുൾ ടൈം ഉറക്കമാണ്. ഉറക്കം മെയിൻ പരിപാടിയാണ്. ഇപ്പോഴും അത് തന്നെയാണ്, പക്ഷെ ഇപ്പൊ കുറച്ച് പവർ നാപ്പായിട്ട് കുറച്ച്, മറ്റേത് ഫുൾ ടൈം നാപ്പിംഗ് ആണ്. സോ അവർക്ക് എപ്പോഴും ഒറ്റയ്ക്കല്ലേ ആരെങ്കിലും പോയി. അപ്പം ലൈക്ക് എന്തെങ്കിലും ഒരു കണക്റ്റിംഗ് ഫോറം വേണ്ടേ? റാൻഡംലി പോയി ഇങ്ങനെ ആൾക്കാരെ ഒന്ന് കുറച്ച് അങ്ങനത്തെ ഒരു സ്കിൽ സെറ്റ് ഒന്നും ഇല്ല എനിക്ക്. പിന്നെ എന്താ എൻ്റെ വീട്ടുകാരുടെ ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചാൽ നിന്നെ കാണാൻ കിട്ടുന്നില്ല. വീട്ടിൽ പോയിട്ട് ഒരു 6 മാസം ആയിട്ടുണ്ട്. കൂടിപ്പോയത്. അതെ. പക്ഷെ പിന്നെ അവർക്ക് സമാധാനം വെച്ചാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കൂടെ ആൾക്കാരുണ്ട്. ലൈക്ക് ആ നേരത്തെ ഉള്ള പേടി പോയി കിട്ടി. ഇപ്പൊ ലൈക്ക് നേരത്തെ എന്ന് വെച്ചാൽ പനി വന്നാലും ഒറ്റയ്ക്കാണ്, ആരും ഇല്ല എന്നുള്ള ഒരു സമയം. ഇപ്പൊ പിന്നെ എന്തെന്നാലും കോമ്പറ്റീഷൻ ഇപ്പൊ പിന്നെ അതിനുള്ള ഗ്യാപ്പ് ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്താ ഇപ്പൊ ഇവിടെ വന്ന് ചെറുതായിട്ട് വണ്ടി തട്ടിയും അവർക്ക് അങ്ങനെ പേടിയില്ല. കാരണം ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു ഇപ്പൊ KMJ ആണെങ്കിലും വീട്ടിൽ വിളിച്ച്, അല്ലെങ്കിൽ ആദ്യം അവർക്ക് നേരത്തെ ആണെങ്കിൽ എന്താ ഉടനെ ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറണം, KTM അങ്ങനെ. അപ്പൊ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും ഇപ്പൊ അവർക്ക് ആ ഒരു ഇതുണ്ട്, ലൈക്ക് ഓക്കെ കൂടെ എപ്പോഴും കൂടെ ആൾക്കാരുണ്ട്, എല്ലാവരും അടുത്താണ് താമസിക്കുന്നത്. സോ അത് കാരണം അവർക്കൊരു സമാധാനമുണ്ട്. ഓക്കെ, നേരത്തെ ഉള്ള ആ ഇതുണ്ടല്ലോ, ലൈക്ക് ആരും കൂടെ ഇല്ല എന്നുള്ള ഒരു ആ തോട്ട് പോയി കിട്ടി. പക്ഷെ ഇപ്പൊ പിന്നെ തിരിച്ചാണ്. ഇപ്പൊ നിനക്ക് വീട്ടുകാരൊന്നും വേണ്ട എന്നുള്ളൊരു മൂഡിലാണ് ഇപ്പൊ അവര് ഇരിക്കുന്നത്. പക്ഷെ സ്റ്റിൽ ഐ തിങ്ക് ആ ഒരു എന്റെ വീട്ടുകാർക്കൊക്കെ ബാംഗ്ലൂർ വരുമ്പോഴത്തേക്കും
നീ കെവിൻ്റെ അടുത്ത് കാണാ, നീ എല്ലാ പ്രാവശ്യം എടുക്കും, പുള്ളിയും ഫാമിലി ആയിട്ട് നിൽക്കുന്നതാണ്, അവർക്കൊരു ബുദ്ധിമുട്ടാവില്ല. കാരണം എല്ലാ പറയുമ്പോഴും ക്യാമറയുടെ അടുത്താണ്, ക്യാമറ എടുത്ത്. അതെ, ആ സംശയം എൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അടിച്ചില്ല. ഇതുവരെ ഇറക്കി വിട്ടിട്ടില്ല. ആക്ച്വലി ഇറക്കി വിടുന്ന ഒരു ദിവസം വരും. അല്ല, ഞാൻ KMJ കണ്ടു, ബാക്കി എല്ലാവരെയും പരിചയപ്പെട്ടു. ആക്ച്വലി ഞാൻ ക്രിസ്റ്റലിനെ ഫസ്റ്റ് 2-3 മാസത്തേക്ക് കണ്ടിട്ടില്ല. ക്രിസ്റ്റൽ ആ സമയത്ത് കുറച്ച് ബിസി, ലൈക്ക് ഇവിടെ നാട്ടിലെങ്ങ ആയിരുന്നു. പിന്നെ അങ്ങനെ ഒരിക്കൽ ക്രിസ്റ്റൽ ഇവിടെ ഏപ്രിലും കണ്ടു. തിരിച്ചു വന്ന സമയത്ത് ഇതാണ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ് ഞാൻ ഹലോ പറയാൻ പോയി, ക്രിസ്റ്റൽ ഓട്ടോഗ്രാഫി പോയി. അതെ, ഓക്കെ. അപ്പൊ അന്ന് പരിചയപ്പെടാൻ പറ്റില്ല. പിന്നെ വീണ്ടും കുറച്ചുകൂടി പുഷ് ആയിരുന്നു. ക്രിസ്റ്റൽ പിന്നെ ട്രാവൽ ചെയ്തു, എങ്ങാണ്ടു തിരിച്ചു വന്നു. അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് ക്രിസ്റ്റലിനെ പരിചയപ്പെട്ടത്. അതുപോലെ രാത്രി എങ്ങാണ്ട് റൈഡ് പോകുന്ന സമയത്താണ് ഒരു ദിവസം ക്രിസ്റ്റലിനെ പരിചയപ്പെട്ടത്. പിന്നെ പയ്യെ ഓരോരുത്തർ. സോ കമ്മ്യൂണിറ്റിയിൽ അതെ, ഇവിടെ വന്ന ശേഷം ഞാൻ KMJ പരിചയപ്പെട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ KMJ പറഞ്ഞു, എടാ നമ്മൾ ഈ ആഴ്ച ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്, റൈഡല്ല. അപ്പൊ എനിക്കറിയില്ല ഇവിടെ ഇങ്ങനെ ഇവന്റ്സിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പൊ നമ്മളൊരു സ്ഥലം വരെ പോകുന്നുണ്ട്, ഹൊസൂർ സൈഡാണ്, നീ വരുന്നത്. ഞാൻ പറഞ്ഞു എന്താ പരിപാടി, റേസിംഗ് ആണ്. ഞാൻ പറഞ്ഞു നമ്മൾ ഓടിക്കണോ കാണണോ? ഞാൻ വിചാരിച്ചു ഇനി പുള്ളി എങ്ങനെ വിചാരിച്ചു ബൂസൊക്കെ കൊണ്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞു ഓടിക്കാനാണെങ്കിൽ ഞാനില്ല, കാണാനാണെങ്കിൽ ഞാൻ വരാന്ന് പറഞ്ഞു. നമ്മള് ഇതല്ല, നമ്മൾ ജസ്റ്റ് കാണാനാ പോകുന്നത്. നമ്മളെ കൂടെ ഒരു പുള്ളിക്കാരനുണ്ട്, പുള്ളിയാണ് റേസ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് അത് അറിയില്ലല്ലോ. ഇപ്പൊ നേരെ കൊണ്ട് ട്രാക്ക് ഓടിച്ചു വന്നെങ്ങാനും പറഞ്ഞാൽ തീർന്നില്ലേ? നമുക്കല്ലേ അറിയൂ ബൂസ എങ്ങനെ. അപ്പൊ അങ്ങനെ ഓക്കെ, ബ്രൂം എന്ന് പറഞ്ഞൊരു ഇവന്റിനാണ്. ഓക്കെ, കൊള്ളാലോ സംഭവം. നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് എല്ലാവരും റൈഡ് ചെയ്ത്. ഇത് മറ്റേ V4 എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടില്ലേ? ഇല്ല, ഇത് ബ്രൂം അതിന് മുന്നേ അല്ല, അതിന് ശേഷം ആയിരിക്കണം. പക്ഷെ അതിൽ ഞാൻ ഇവരുടെ അത് ഫസ്റ്റ് ഗ്രൂപ്പ് റൈഡ് ആ ഒരു ഇവന്റിലായിരുന്നു. അതുവരെ അല്ലാണ്ട് സൺഡേ റൈഡ്സ് അങ്ങനെ പോയിട്ടില്ല. അപ്പൊ ഇങ്ങനെ എല്ലാവരും കൂടി ഇവിടുന്ന് റൂമിന് പോയതായിരുന്നു ഒരു ഫസ്റ്റ് റൈഡ്. ഞാൻ റൂം കണ്ടു, കൊള്ളാം. ഒരു അത് ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഇങ്ങനെ കുറെ സൗണ്ട് സ്പീഡ് ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ ക്വാർട്ടർ മൈൽ എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത്. ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. അല്ലല്ല, ഇന്ത്യയിൽ അത് പുറത്ത് സിനിമയിൽ. പക്ഷെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. ബൈക്സിനുണ്ട്, പിന്നെ അല്ല അന്ന് H2 ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. എക്സാക്ട്ലി അന്ന് H2 എനിക്ക് തോന്നുന്നു ഇറക്കിയിട്ടില്ല. കാരണം 14R ആണ് ഡ്രാഗൺ ഇറക്കിയെന്ന് തോന്നുന്നു ആ റൂം. അത് അങ്ങനെ എന്തോ ആണ്. ഞാൻ H2 കണ്ടില്ല അന്ന്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരു സംഭവം. പക്ഷെ അലിബായിനെ കണ്ടു. അന്നാണെന്ന് തോന്നുന്നു ഞാൻ സുന്ദരിനെ കാണുന്നത്. അങ്ങനെ വിഷ്ണുവിനെ കാണുന്നത്. അങ്ങനെ കുറച്ച് വേറെ കുറച്ച് ആൾക്കാരെ അന്ന് റൂമിൽ കുറച്ച് പേരെയും കൂടി കണ്ടു. പിന്നെ അങ്ങനെ റൂമ് കഴിഞ്ഞു. പിന്നെ റൂം സ്ഥിരം പോകുന്നൊരു ഇവൻ്റായി. അങ്ങനെ ഈ കമ്മ്യൂണിറ്റിയിൽ എൻ്റെ മെയിൻ ഞാൻ പറഞ്ഞ ആ ആസ്പെക്ട്സ് അതൊക്കെയാണ്. ലൈക്ക് ഞാൻ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ഇതിൽ വന്ന ശേഷമാണ്. ഇപ്പൊ റൂം എക്സസോ സ്പീഡിൽ പോയി, അങ്ങനെ കുറച്ച് ഇവന്റ്സിൽ പോയി. അത് കഴിഞ്ഞിട്ട് ബൂസ് 2 ബൈക്കും എടുത്തില്ലേ? അതിനിടയ്ക്ക് ബൂസ കൊണ്ട് തള്ളിയിട്ടു. അതൊക്കെ അഗെയിൻ. പക്ഷെ അപ്പോഴും എനിക്ക് ആ പേടി ഇല്ലാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഞാനും അലിബായിന്റെ മുന്നിലാണ് വണ്ടി കൊണ്ട് തള്ളിയിടുന്നത്. അപ്പൊ അലിബായി ഒന്നും പേടിക്കണം, എല്ലാം ശരിയാക്കാം, എത്ര പാനൽ വേണമെങ്കിലും ഞാൻ ഒപ്പിച്ചേരാം. ആ ഒരു ഇത് പോയി. പിന്നെ അത് കഴിഞ്ഞ് യൂസ്ഡ് മാർക്കറ്റിൽ വണ്ടി തപ്പാനുള്ള ഒരു കോൺഫിഡൻസ് അങ്ങനെ കമ്മ്യൂണിറ്റി കാരണമാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ ഒരിക്കലും അത് ചെയ്തതിൽ പണി പാളിയൊക്കെ പുള്ളിയല്ല, ബൈക്ക് എടുത്തതിന്റെ കൂടെ നിന്നിട്ട് മൂഞ്ചിച്ചത് ഡുക്കാട്ടി മാത്രമാണ്. ബാക്കി എല്ലാം അടിപൊളി വണ്ടികൾ നമ്മുടെ ഗ്രൂപ്പിൽ വന്നേക്കുന്നത്. ഒരിക്കലും പ്ലാൻ ഇല്ലാത്ത ഞാൻ ആക്ച്വലി S1000RR എസിമെട്രിക്കിന് വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. കാരണം KMJ അത് എടുത്തിട്ട് അത് കൊടുക്കാനുള്ള ഒരു ഇരിക്കുമ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ എടുക്കാം.
അതെ ഡിവിയുടെ വണ്ടി അറിയത്തില്ല. ലൈക്ക് ആ സമയത്ത് ഇതുപോലെ നമുക്കുള്ള ഇവിടെ സ്ഥിരം പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ചായക്ക് മീറ്റ് ചെയ്യുമല്ലോ. അപ്പൊ ഈ ചായയിലാണ് എല്ലാ തീരുമാനങ്ങളും ഡിസ്കഷൻസും നടക്കുന്നത്. ഒരു ചായ ഇത്ര പവർഫുൾ ആണെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. പക്ഷെ കോസ്റ്റ്ലി ചായയാണ്. 18 ലക്ഷം രൂപയുടെ ചായ, 19 ലക്ഷം രൂപ ഒരു ചായ കുടിക്കാൻ പോകുന്ന പൈസയാണ്. അപ്പൊ ഒരു ദിവസം ഇതുപോലെ ചായ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് ഞാൻ KMJ സമയത്തും കണ്ടു പറഞ്ഞു. അപ്പൊ ഞാൻ S1000 എടുക്കാനുള്ള മൈൻഡ് പ്രിപ്പയർ ആയി. ഇപ്പൊ ഫണ്ടൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് AP രജിസ്ട്രേഷൻ എന്തോ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, നമുക്ക് വണ്ടി നല്ലതായിരുന്നു. നമ്മൾ അറിയില്ല, നമ്മൾ ഊട്ടി ട്രിപ്പൊക്കെ പോയി നമ്മൾ ഓടിക്കുന്നതിൽ വെച്ച് നല്ല, ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ ആലോചിച്ചില്ല. ലോ ഓടുമായിരുന്നു, ക്ലീൻ. പിന്നെ എസിമെട്രിക് ക്ലീൻ വണ്ടി കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം ഇത് KMJ പറഞ്ഞ് അല്ല അബിയാണ് ആക്ച്വലി പറഞ്ഞത്, ഒരു ഫയർ ബ്ലേഡ് SP വന്നിട്ടുണ്ട്. അധികം ആൾക്കാർക്ക് പറഞ്ഞിട്ടില്ല, അവന് പരിചയമുള്ളതുകൊണ്ട് അവന് കിട്ടിയ ഇൻഫർമേഷനാണ്. ഞാൻ പറഞ്ഞു KMJ ഫയർ ബ്ലേഡ് SP എടുക്കണു. എന്താണ് KMJ? മറ്റേത് KMJ വണ്ടി, ഇത് വേറെ ആരും. KMJ പറഞ്ഞ് നീ ഫയർ ബ്ലേഡ് എടുക്കും. അത് പക്ഷെ ബഡ്ജറ്റിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, കോസ്റ്റ്ലി ആവാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു KMJ ഇത്ര രൂപ വരെ ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ്, ഇത് നമുക്ക് അങ്ങോട്ട് പറയാം, കൂടുതൽ തല പോയിക്കണ്ട, ഇതാണ് എൻ്റെ ബഡ്ജറ്റ്, ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ വന്ന് എടുത്തോളാം, ഇതാണ് സ്കീം, ഇത്രേ ഉള്ളൂ. അപ്പോൾ അബിയാണ് ഫുള്ള് സംസാരിച്ചു. കാരണം DVനെ നമുക്ക് അറിയത്തില്ല, അബിക്ക് പേഴ്സണലി അറിയാൻ തോന്നുന്നു. അപ്പോൾ അബി സംസാരിച്ചു, ഇതാണ് ഈ ഓഫർ അങ്ങോട്ട് ഇട്ടു. ഞാൻ പറഞ്ഞ് എനിക്ക് ഓക്കെയാണ്, പോയി എടുത്തു. വണ്ടി നോക്കിയിട്ട് വണ്ടി ഒന്നും കണ്ടിട്ടില്ല, ഓഫറൊക്കെ ആദ്യമേ കൊടുത്തു, വണ്ടി കണ്ടില്ല. അങ്ങനെ പിറ്റേ ദിവസം ഞാനും KMJയും അലിബായിനെ വിളിച്ചു. KMJ ഇങ്ങനെ SP നോക്കണം, ഒന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയി ബൻശങ്കരി സൈഡിൽ ഉണ്ടായിരുന്നു വണ്ടി, അവിടെ പോയി നോക്കി. അലിബായ് ആദ്യം വണ്ടി കണ്ടോടനെ താക്കോലിട് റൗണ്ടൊക്കെ പോയിട്ട് അടിപൊളി സെറ്റാടാ എടുക്കാം എന്ന് പറഞ്ഞു. KMJയും ഓടിച്ചു നോക്കി. ഞാൻ ഓടിച്ചില്ല, എനിക്ക് പിന്നെ ഓടിച്ചിട്ട് പ്രത്യേകിച്ച് ഇൻപുട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചതില്ല. KMJ അലിബായ് പറഞ്ഞു നൈസാണ്, എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ ആ വണ്ടി പോയി കണ്ട സ്ഥലത്ത് തന്നെ ഞാൻ പോയി അതിന് അഡ്വാൻസ് കൊടുത്തു. എനിക്കൊന്ന് എടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോഴല്ലേ വീണ്ടും ഇതിലേക്കാൾ കൂടി ഓഫേഴ്സൊക്കെ വന്നിട്ടിരുന്നത്. അതെ, ആ സമയത്ത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഡീല് ക്ലോസ് ചെയ്തുകൊണ്ടാണ്. ആക്ച്വലി ബയേഴ്സ് വേറെ ഉണ്ടായിരുന്നു. നമ്മൾ നേരിട്ട് പിന്നെ നമ്മൾ ഓണറായിട്ട് നേരിട്ടല്ലേ ഡീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ നേരെ പിന്നെ അന്ന് തന്നെ ആ സ്പോട്ടിൽ വെച്ച് ഞാൻ ടോക്കൺ കൊടുത്തു. പിറ്റേ ദിവസം ബാക്കി എമൗണ്ട് ഈ ബെനിഫിഷ്യറി ആഡ് ചെയ്തു, ബാക്കി എമൗണ്ട് ഫുൾ ഇടണം. കാരണം ഫണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു S1000 വേണ്ടി. അങ്ങനെ അതുകൊണ്ട് ആ ഡിലേ ഇല്ലായിരുന്നു. 1-2 ദിവസത്തിൽ ഇവനെ ഇത് ചെയ്തിട്ട് നമ്മൾ പോയി. അങ്ങനെയാണ് SP എടുത്തത്. പക്ഷെ അതെനിക്ക് ഇനീഷ്യലി ലൈക്ക് എനിക്ക് ആ ഒരു ഇതില്ല. പക്ഷെ ഇപ്പം എനിക്ക് എന്താണ് അതിൻ്റെ യുണീക്നെസ് ആണോ എന്താണെന്ന് അറിയില്ല. ഈവൻ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ലാസ്റ്റ് മന്ത് CSSന് പോയ ശേഷം എനിക്ക് ആ വണ്ടി, കാരണം എനിക്ക് തോന്നിയിട്ടുള്ള ആ വണ്ടിയെ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് ട്രാക്കിൽ കിട്ടിയതാണ്. കാരണം അതുവരെ ഒരു ഇൻലൈൻ 4 ആണ്. പക്ഷേ അഗൈൻ വെയിറ്റ് കുറവാണെന്നൊക്കെ എനിക്ക് അറിയായിരുന്നു. പക്ഷേ ഫീച്ചേഴ്സ് ഇന്ന ആവശ്യത്തിനാണല്ലോ യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ കൊള്ളാലോ. ഓക്കെ, പ്രത്യേകിച്ച് പിന്നെ ഇപ്പൊ പുതിയ ടയറൊക്കെ ഇട്ട ശേഷം കുറച്ച് വണ്ടിയുടെ ആ ഒരു അതുവരെ അതെ. പക്ഷെ ഇപ്പൊ എനിക്ക് ലൈക്ക് ഏത് വേറെ വണ്ടി എടുക്കുന്ന സമയത്ത് ഇത് കൊടുത്തിട്ട് എടുക്കുന്ന പറയുമ്പോൾ എനിക്ക് പിന്നെ ഒന്നുകൂടി കിട്ടത്തില്ല. അതായിരിക്കാം ഒരു മേജർ ഡ്രൈവിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ ഇത് റെയർ ആണ്. സോ ആ ഒരു അറ്റ്ലീസ്റ്റ് യു ആർ ഹോൾഡിംഗ് ഓൺ ടു സംതിങ് യുണീക്ക് എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ മേ ബി ഇറ്റ്സ് ലൈക്ക് ഓക്കെ, ഇത് പോയി കഴിഞ്ഞാൽ ഇത്രയും റെയർ വണ്ടി ഉണ്ടായിരുന്നു, കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അല്ലെങ്കിൽ ഇതിനേക്കാളും റെയർ വണ്ടി വാങ്ങിക്കണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് യു ഡോണ്ട് ഫീൽ ദാറ്റ് ബാഡ്. അപ്പോൾ അതുകൊണ്ട് എന്ത് വണ്ടി വന്നാലും ഞാൻ പറഞ്ഞു SP ഞാൻ കൊടുക്കില്ല. കിലോമീറ്റർ ഒക്കെ കൂടുന്നുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. പിന്നെ ഹോണ്ടയ്ക്ക് എനിക്ക് അങ്ങനെ ഇപ്പോൾ നാളെ ഇപ്പോൾ ഒരു S2 എടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ക്യാച്ച് ഈസ് ഈ കമ്മ്യൂണിറ്റിന്ന് മാറണം, ഈ ഗ്രൂപ്പിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് റൈഡ് ചെയ്യണം. ഏത് ചൂസ് ചെയ്യും? എനിക്ക് H2 അല്ലെങ്കിൽ ഇഷ്ടമല്ല. ഇല്ല, അത് ഞാനിപ്പം മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞു, ഞാൻ ഈ ചെയ്ത സംഭവങ്ങളെല്ലാം ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ബാക്കിങ് കാരണം മാത്രമാണ്. അതിപ്പോൾ നാളെ ഏത് വണ്ടി വന്നാലും ഐ തിങ്ക് ഈ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഇപ്പോൾ മോർ ദൻ ഞാൻ പറഞ്ഞു വണ്ടി മാത്രമല്ല, നമ്മളിപ്പോൾ കണക്ട് ചെയ്തത് വണ്ടീനെ വെച്ചാണ്. പക്ഷേ ടുഡേ ഇറ്റ്സ് മച്ച് മോർ ദൻ ദാറ്റ്. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ ഒരു പേഴ്സണൽ സപ്പോർട്ട് അല്ലെങ്കിൽ പല രീതിയിൽ ഓരോരുത്തരെയും കണക്ട് ചെയ്യുന്ന റീസൺസ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ
ഒന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, ഞാൻ അതുവരെ ഒരിക്കലും ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ ക്വോഷ്യൻറ്റ് കുറഞ്ഞുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ആൾക്കാരായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണമെന്നും അധികം അറിയത്തില്ല. സോ ഞാൻ തന്നെ ഓവർ ടൈം കുറേ കാര്യങ്ങൾ പേഴ്സണൽ സ്പേസിൽ പഠിക്കുന്നത്, ഒരു ലേണിംഗ് കർവ് ഉണ്ട്. ലൈക്ക് ആൾക്കാരെ മനസ്സിലാക്കുക, എങ്ങനെ ഡീൽ ചെയ്യുക, ഓരോരുത്തരും എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ സൂട്ട് മീ, വാട്ട് പീപ്പിൾ ഡോണ്ട് സൂട്ട് മീ എന്ന് കുറേ പേരെ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. അല്ലാത്തവര് എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഞാൻ എല്ലാവരുമായിട്ട് സെറ്റ് ആവും. സോ അത് എൻ്റെ പേഴ്സണൽ ലൈഫിലും കുറേ എന്നെ എഫക്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് യു ഡോണ്ട് ഡീൽ വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പോൾ അത് കാരണം കുറേ ബാക്ക് ഫയറിങ് കിട്ടും. ബട്ട് കുറേ പേരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ നോ ദിസ് ഈസ് മൈ ഗുഡ് സ്പേസ്, ദിസ് ഈസ് മൈ ബാഡ് സ്പേസ്. സോ അതും ഇറ്റ്സ് പാർട്ട് ഓഫ് ദാറ്റ്. സോ ബൈക്കിംഗ് മാത്രമല്ല, നമ്മൾ യെസ് കണക്ട് ചെയ്ത ഓവർ ബൈക്സ് ആണ്, ബട്ട് നൗ ഇറ്റ്സ് മച്ച് മോർ ദാൻ ദാറ്റ്. അപ്പോൾ സോ ഐ ഡോണ്ട് തിങ്ക് ആ ഒരു എന്താ പറയുന്ന സ്പേസിനെ ഒരു മെറ്റീരിയലിസ്റ്റിക് സാധനത്തിന് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് നമ്മുടെ ഈ പേർട്ടിലെ ഗ്രൂപ്പിൽ എനിക്കും ഇഷ്ടമുള്ള കാര്യമാണ്, ഒന്ന് ഈ പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സപ്പോർട്ട് ഭയങ്കര ചോദിച്ചിട്ടുണ്ട്. ഈവൻ മോണിറ്ററി ആവട്ടെ അല്ലാണ്ട് ഇമോഷണലി ആവട്ടെ ഭയങ്കര അറ്റ്ലീറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ മാത്രമല്ല ഇപ്പം കേരളത്തിൽ ആ ഒരു കൾച്ചറുണ്ട്, അതായത് ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞാൽ എല്ലാവരും പോയി സഹായിച്ച് ആംബുലൻസ് വിളിച്ചിട്ട് കേട്ടിടും. ഇവിടെ ആ ഒരു കൾച്ചറിലും നാട്ടിനെ നോക്കിക്കത്തുള്ളൂ. നമ്മുടെ കൂടെ തന്നെയുള്ള കുറെ പേര് ഇതുപോലെ ഒരാൾ ആക്സിഡന്റ് ആയപ്പോഴത്തേക്കും ബൈക്ക് മാറ്റി വെച്ചിട്ട് അടുത്തേക്ക് പോലും പോയിട്ടില്ലല്ലോ, അവർ ബാക്കിൽ നിന്ന് നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് വണ്ടി ഓടിച്ച് ഒരു 100 കിലോമീറ്റർ പോയിട്ടാണ് അത് റെസ്ക്യൂ മിഷൻ ചെയ്തത്. നമ്മളിടയ്ക്ക് ആക്ച്വലി വിചാരിച്ചു എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു ആംബുലൻസ് സർവീസ്, ഇതിനെ ഒരു പ്രൊഫഷണലി നമുക്ക് ഇതിനെ ഒരു വെഞ്ചർ ആക്കി തന്നെ കൺസിഡർ ചെയ്ത്. ബട്ട് ലൈക്ക് ഐ തിങ്ക് അഗെയിൻ ഇറ്റ്സ് നമ്മളൊക്കെ ഐ മീൻ എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് ബാക്കി ഗ്രൂപ്പ്സിനെ കുറിച്ച് അറിയത്തില്ല. ഇപ്പം എനിക്ക് ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. ബട്ട് നമ്മൾ അങ്ങനെ ആരാണെങ്കിലും വെദർ ഹീസ് പാർട്ട് ഓഫ് അവർ ഗ്രൂപ്പ് ഓർ നോട്ട്, ഇറ്റ്സ് നോട്ട് നമുക്കൊരു ബ്ലോക്കർ അല്ല. അതിപ്പോൾ ആരാണെങ്കിലും നമുക്കറിയാന്നുള്ള ഒരാളാണെങ്കിൽ നമ്മൾ പോയി ഹെൽപ്പ് ചെയ്യണം. അത് അത്രേ ഉള്ളൂ. അതിനിപ്പോൾ അതിൻ്റെ ഇറ്റ്സ് നോട്ട് അബൌട്ട് അതിനിപ്പോൾ നമ്മൾ ചിലവാക്കുന്ന പൈസയോ നമ്മുടെ സമയമോ അല്ല. ഇറ്റ്സ് അബൌട്ട് ഹെൽപ്പിംഗ് സംബന്ധി. നാളെ നമുക്കും നമ്മളെല്ലാവരും റൈഡ് ചെയ്യുന്നവരാണ്. സോ നമ്മൾ ഈ അറിഞ്ഞുകൊണ്ട് ആ റിസ്കി ഗെയിമിലാണ് നമ്മളിരിക്കുന്നത്. സോ നമ്മൾ അല്ല ഞാൻ പറയുന്നത് തിരിച്ച് പ്രതീക്ഷയല്ല ഒന്നും ചെയ്യുന്നത്. ബട്ട് യു നെവർ നോ വെൻ സംബഡി കംസ് അക്രോസ് ദിസ് ഹെൽപ്പ്. സോ അതുകൊണ്ട് തന്നെ ന്യൂ ജനറേഷൻ ഇപ്പം യങ്സ്റ്റേഴ്സ് ഇപ്പം നമ്മൾ കാണുന്ന ആൾക്കാരെല്ലാം ജെൻസി എന്ന് വേണമെങ്കിൽ പറയാം, അവരെല്ലാം കാണുമ്പോഴും തന്നെയാണ് 10 വർഷം മുന്നേ അവർക്ക് അതിൽ മിസ്സിംഗ് ആയിട്ടുള്ള കാര്യം ഇതാണ്. ആ ഒരു ബൈക്ക് മെറ്റീരിയലിസ്റ്റിക്കലി എന്താ പറയുക ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നുണ്ടാവും. ഇത്രയും മൈ ഡാഡി ഹാസ് ദാറ്റ് ലോട്ട് ഓഫ് മണി, അത് വാങ്ങിച്ചു വെച്ചു. പക്ഷേ കമ്മ്യൂണിറ്റിക്കോ ഒന്നിനൊരു വാല്യൂ ഇല്ലാത്ത എനിക്കിപ്പോൾ തോന്നാറുണ്ട്. ബട്ട് യുനോ ആക്ച്വലി ദ റിയൽ ഫണ്ട് ഈസ് ഇൻ ദ കമ്മ്യൂണിറ്റി. അപ്പോൾ ആ ഒരു നമ്മുടെ ഈ കോൺവെർസേഷനിലേക്ക് ഏറ്റവും കൂടുതൽ അൾട്ടിമേറ്റ്ലി ഞാൻ ഓവർ ടൈം മനസ്സിലായി ബിയോണ്ട് യു എന്നുവെച്ചാൽ ഇപ്പം ഞാനൊരു വണ്ടി ഓൺ ചെയ്യുന്നത് ഔട്ട്സൈഡ് മേ beyond the point nobody cares what you ride. So true. It's the ഇവിടെ ഇപ്പോൾ ഒരു കോമൺ ആയി എല്ലാവരുടെ കയ്യിൽ സൂപ്പർ ബൈക്ക് ഉണ്ട്. അപ്പം നിന്റെ വലുത് നിന്റെ ചെറുത് അങ്ങനെ ആരും നമ്മൾ നോക്കാറ് പോലും ഇല്ല. No, I mean it might be there, but it's ഞാൻ പറയാം അതൊരു നെഗ്ലിജന്റ് പോർഷൻ ആണ് ഇപ്പം. റൈറ്റ്. സോ അൾട്ടിമേറ്റ്ലി ടേക്ക് അവേസ് ഓഫ് ഇപ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇന്ന് ഞാനിപ്പോൾ ഇപ്പം നോക്കി ഒരു പുതിയ 2022 വണ്ടി ഓൺ ചെയ്ത് വിറ്റ് ഒരു 2019 വണ്ടിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. റൈറ്റ്. സോ ഇറ്റ്സ് അബൌട്ട് ഫോർ മീ എനിക്കെന്ന് വെച്ചാൽ ട്രൈയിങ് ഔട്ട് ഡിഫറെൻറ്റ് തിങ്സ് ആണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറേ ഇൻലൈൻ ഫോർസ് യൂസ് ചെയ്തു. ഇപ്പോൾ എൻ്റെ ഒരു ടൈഗർ റീസെൻ്റ്ലി ഇൻലൈൻ 3 ഉണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു V4 എക്സ്പീരിയൻസ് ചെയ്യണം. സോ ഇറ്റ്സ് അബൌട്ട് പറ്റുന്ന ടൈമിൽ എല്ലാം ക്യാരക്ടേഴ്സ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ബൈക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അതാണ് ഞാൻ നോക്കുന്നത്. ബിയോണ്ട് ദാറ്റ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇപ്പോൾ ഞാൻ V4 വാങ്ങിക്കുന്നത് ഈസ് ഫോർ സംബഡി എൽസ് എന്നുള്ള ഒരു പോയിന്റിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് റിയലി maybe it is a premium thing. I don't deny that, but first and foremost അത് എന്നെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ പിന്നെ എനിക്ക് അതിന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ V4 വാങ്ങിച്ച് ഇപ്പം ഞാൻ പറയാം എൻ്റെ തോട്ട് പ്രോസസ് എന്ന് വെച്ചാൽ എനിക്ക് V4 എഞ്ചിൻ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അതിലേക്ക് എൻ്റെ നെക്സ്റ്റ് എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ അത് മേടിക്കണമെന്ന് വിചാരിച്ചത്. ബട്ട് ഐ തിങ്ക് അതാണ് തോന്നുന്നു
നേരത്തെ പറഞ്ഞ ഒരു ടേക്ക് അവേ ദാറ്റ് ഡു തിങ്സ് ദാറ്റ് സാറ്റിസ്ഫൈ യുവർ സെൽഫ് ഫസ്റ്റ് ദാൻ ലുക്കിംഗ് അറ്റ് അതേഴ്സ്. നീ ഹാപ്പി ആണെങ്കിൽ നിന്റെ ചുറ്റുമുള്ളവർ ഹാപ്പി ആക്കാൻ ചേഞ്ച് സ്റ്റാർട്ട്സ് ഫ്രം യു. ഇഫ് യു ഡൂയിങ് തിങ്സ്, സി ഇപ്പം നമ്മൾ ചെയ്യുന്ന സാധനങ്ങളൊന്നും പ്രാക്ടിക്കലി ഡം ഡിസിഷൻസ് ആണ് നമ്മൾ എടുക്കുന്നില്ല. Totally. If you look at it from logical, practical standpoint, all dumb decisions. നമ്മൾ മേടിക്കുന്നത് നമുക്ക് അസറ്റ്സ് ആണ്, ബട്ട് ഫോർ ദ വേൾഡ് ഇറ്റ്സ് എ ലയബിലിറ്റി, ഇറ്റ്സ് എ ലോസ് മേക്കിംഗ് ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ് ആണ്. പക്ഷേ നമ്മൾ എന്തിനാ ചെയ്യുന്നത്? ഐ മീൻ ഫോർ us ഇറ്റ്സ് ദ ഹാപ്പിനെസ്, റൈറ്റ്? സോ അഗെയിൻ ഹാപ്പിനെസ് ഒരു തിങ്. ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു സംഭവം മാറ്റി വെച്ചാൽ ഈ ഒരു കമ്മ്യൂണിറ്റിയും ഇല്ല. സോ ഐ എം നോട്ട് സെയിങ് ദാറ്റ് യു നീഡ് എ സൂപ്പർ ബൈക്ക് ടു ഹാവ് എ കമ്മ്യൂണിറ്റി, പക്ഷേ എനിക്ക് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഐ തിങ്ക് എ ലോട്ട് ഓഫ് പീപ്പിൾ അറൗണ്ട് അസ് ഓൾസോ, നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ ഗ്രൂപ്പിലുള്ള മെജോറിറ്റി ആൾക്കാർ, ഐ തിങ്ക് മെജോറിറ്റി അല്ല എല്ലാവരും തന്നെ, ഇപ്പോൾ നമുക്കറിയുന്ന എല്ലാവരും കണക്ട് ആയ ഒരു കോമൺ ഫാക്ടർ എന്താണ്? ബൈക്ക് മാത്രമേ ഉള്ളൂ. സോ അതല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ അത് ഡുക്കമാന് അന്ന് എന്നെ സംബന്ധിച്ചോളം അന്ന് ഞാൻ ഡുക്കമാൻ ഇവിടെ വരുന്നത് അന്ന് ഞാനൊരു ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് അയ്യോ ഡുക്കമാൻ റിപ്ലൈ അയക്കോ എന്ന് നോക്കിയിരിക്കുന്ന ഒരു, പക്ഷെ ഡുക്കമാൻ ആണ് ഉള്ള സെലിബ്രിറ്റീസിൽ റിപ്ലൈ അയച്ച ഒരാള്. വില കളഞ്ഞു. ഞാൻ റാൻഡംലി ഇങ്ങനെ മെസ്സേജ് അയച്ചു, ഞാൻ നോക്കുമ്പോൾ ഒരു ഓൾമോസ്റ്റ് വിത്തിൻ എ ഡേ റിപ്ലൈ വന്നു. കാരണം ഞാൻ കുറേ സെലിബ്രിറ്റീസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഡുക്കമൻ മാത്രം റിപ്ലൈ അയച്ചിട്ടുണ്ടായിരുന്നു. കൊള്ളാലോ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നേരിട്ട് ഡുക്കമനെ കാണുമ്പോഴാണ് അഗൈൻ ഞാൻ എനിക്ക് മാത്രമല്ല കുറേ പേർക്ക് ഇറ്റ് വുഡ് ഹാവ് ബീൻ പോസിബിൾ ഓൺലി ബിക്കോസ് ഓഫ് ആശാനെ പലരും മീറ്റ് ചെയ്യുന്നതിന് കാരണം കമ്മ്യൂണിറ്റികളുണ്ട്. അതെ, മീറ്റ് ചെയ്തില്ല. അത് പ്രത്യേകിച്ച് അത് കണ്ട് മറ്റേ പറ്റിക്കുന്ന പരിപാടികളെല്ലാം ഈ ഗ്രൂപ്പിൽ കുറച്ചുകൂടി കോമൺ ആണ്. പിന്നെ ഞാൻ അന്ന് വണ്ടി കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത്, നിന്നെ ഒന്ന് നൈസായി പറ്റിക്കാൻ നോക്കിയെങ്കിലും ഞാൻ വണ്ടിയും എക്സോസ്റ്റും കണ്ട് ഞാൻ മനസ്സിലാക്കി എന്നെ പറ്റിക്കേണ്ടത്. കൂൾ. അപ്പം താങ്ക് യു ജിതേഷ് ബ്രോ. അടുത്ത റൈഡ് കാണാം.